നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും കുരുത്തോല വഹിച്ചുള്ള പ്രദക്ഷിണവും നടന്നു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും എന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക CP ഗീതയ്ക്ക് വിദ്യാലയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതോടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമുണ്ടാക്കിയെന്നാരോപിച്ച് സ്വജന സമുദായ സഭ സംസ്ഥാന കമ്മിറ്റി ചാലക്കുടിയിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും കുരുത്തോല വഹിച്ചുള്ള പ്രദക്ഷിണവും നടന്നു. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറിയ യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശം അനുസ്മരിച്ചുകൊണ്ടാണ് ഓശാന തിരുനാൾ ആഘോഷിക്കുന്നത്. ഇതോടെ ക്രൈസ്തവർ വലിയ നോമ്പിലെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സമീപിക്കവേ ഒലിവുമലക്കരികെയുള്ള ബേത്പവേലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചയച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. മരണത്തിലേക്ക് പോകുന്ന ദിവസങ്ങളാണ്. അതിന്റെ ആദ്യ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ അത് ഈശോ ആഘോഷമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതാണ്. നമ്മൾക്ക് അറിയണം, യഹൂദരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 3 തിരുനാളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെരൂശലേം പരസുതനെ ഞാൻ കാണുന്നു. ഓശാന ഓശാന ദാവീദിൻ സുതനോ ദാവീദിൻ സുതനോ ശാന. വരും നല്ലോ ഓശാന ഓശാന വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം വന്നവശാന ഓശാന ദാവീദിൻ സുതനോശ. എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. കുരുത്തോലകളേന്തിയുള്ള ഘോഷയാത്രയിൽ ഓശാന അനുസ്മരണത്തിന്റെ ദൃശ്യാവിഷ്കാരവും സംഘടിപ്പിച്ചിരുന്നു.
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമലക്കരികെയുള്ള ബേത്പഗയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ പ്രകാരം നിർദ്ദേശിച്ചയച്ചു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. ഈശോയ്ക്ക് മരണത്തിലേക്ക് പോകുന്നത് ദിവസങ്ങളാണ്. അതിന്റെ ആദ്യ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷമാക്കി മാറ്റുമ്പോൾ അത് ഈശോ ആഘോഷമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതാണ്. നമ്മൾക്ക് അറിയണം, യഹൂദരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 3 തിരുനാളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായ കനകമലയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. അടിവാരം പള്ളിയിൽ രാവിലെ 6:30 ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് റക്ടർ ഫാദർ അലക്സ് കലേലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകി. കുരിശുമുടിയിൽ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ആൻഡ്രു കരിയാട്ടി, ജോസ് വെട്ടുമണിക്കൽ, ഷിജു പഴയടത്തുപറമ്പിൽ, ലിജോ ചാതേലി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, PRO ബിജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ മേജോ മങ്ങാട്ടിളയൻ സഹകാർമ്മികനായി. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടെയായിരുന്നു ഓശാന ഘോഷയാത്ര നടത്തിയത്. യെരൂശലേം പാരസുതനെ ഞാൻ കാണുന്നു. ഓശാന വീതിൻ സുതനോശാന വരും നല്ലോ. ഓശാന ഓശാന വരുവോനുമഹോ ധന്യൻ നിശാന. ഓശാന ദാവീദിൻ സുതനോശാന. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും എന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കുടിവെള്ള പദ്ധതി സ്ഥാപിക്കാനായി കണ്ടെത്തിയ റവന്യൂ പുറമ്പോക്ക് ഭൂമി പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് കയ്യേറിയെന്നാരോപിച്ച് LDF പുതുക്കാട് സെന്ററിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM വർഗീസ്. 224 കോടി ചെലവഴിച്ച് 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ജൽ ജീവൻ പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയും സംഭരണിയും നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലം ബാബുരാജിന്റെ കൈവശമുള്ളതാണ്. ഈ സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്നും പദ്ധതിക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് ചാലക്കുടി തഹസീൽദാർ ബാബുരാജിന് നോട്ടീസ് നൽകിയിരുന്നുവെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെ ബാബുരാജ് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത് പദ്ധതി അട്ടിമറിക്കാനാണെന്നും ഇവർ ആരോപിച്ചു. പ്രതിഷേധ യോഗത്തിൽ സുനന്ദ ശശി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം KM ചന്ദ്രൻ, MA ഫ്രാൻസിസ്, PC കറപ്പൻ, സരിത രാജേഷ്, CP സജീവൻ, MB ചന്ദ്രൻ, PC സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഈ പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ്. പക്ഷേ ബാബുരാജ് ഇവിടെ ഈ കുടിവെള്ള പദ്ധതിയോട് എടുക്കുന്ന സമീപനം ഒരു നിലയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കെന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്ത പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള വളരെ
ആലോചിച്ചെടുത്തിട്ടുള്ള സുപ്രധാനമായൊരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടി 224.46 ജീവിത പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ഈ പ്രത്യേക കാലാവസ്ഥ തന്നെ നമുക്കറിയാം. കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും ഒക്കെ കൊണ്ട് ഇന്ന് നമ്മുടെ നദികളെല്ലാം തന്നെ വറ്റിക്കൊണ്ടിരിക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. കോളനിയിൽ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനെത്തിയപ്പോൾ കുടിവെള്ളക്ഷാമമുണ്ടെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് വെള്ളം വിതരണം ചെയ്തത്. BJP മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ, ഏരിയ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, പ്രേമൻ വെള്ളിക്കുളങ്ങര, സുരേഷ് കോടാലി, സുഭാഷ് കടമ്പോട് എന്നിവർ നേതൃത്വം നൽകി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക CP ഗീതയ്ക്ക് വിദ്യാലയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സൗഹൃദ സമിതി പ്രസിഡന്റ് VM ഹംസ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ ഉപഹാരം അംഗങ്ങൾ ചേർന്ന് CP ഗീത ടീച്ചർക്ക് സമ്മാനിച്ചു. ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ മറ്റത്തൂർ പഞ്ചായത്തിനുള്ള വിദ്യാലയ സൗഹൃദ സമിതിയുടെ ഉപഹാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു. പുത്തനോളി സ്വദേശി ഷിഹാബിന്റെ ചികിത്സയ്ക്കായി നൽകുന്ന ധനസഹായം പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം KS സൂരജ്, പ്രധാനാധ്യാപിക PM ശകുന്തള, മുൻ പ്രധാനാധ്യാപകരായ ജോസ് മാത്യു, KJ ധുമിനി, PTA പ്രസിഡന്റ് PB ജോഷി, ബാബു കൂനാമ്പുറത്ത്, CG മുരളീധരൻ, CM ശിവകുമാർ, സുരേഷ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. അളഗപ്പ നഗർ 3-ാം വാർഡിലെ പ്രിയദർശിനി കുടുംബശ്രീ യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. മേഴ്സി രാജൻ അധ്യക്ഷയായി. KK ശോഭന, സിയ, ഗിരിജ പ്രേമൻ, CR ദിൽഷ, CR സുമ, ദിനേഷ് ആമ്പലൂർ എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ജീബ അനീഷ് ക്ലാസ് എടുത്തു. കലാപരിപാടികളും അരങ്ങേറി. 2005 10 രൂപ വീതം വരിസംഖ്യ പിരിച്ചു തുടങ്ങി. ഇപ്പോൾ നിലവിൽ ഓരോ അംഗത്തിനും 20,000 രൂപ വീതം വരിസംഖ്യ ആയിട്ടുണ്ട്. ഒരു 2005 ആയപ്പോഴേക്കും ഞങ്ങൾ 1000 രൂപ നിർത്തിയിട്ട് വരിസംഖ്യ പിൻവലിച്ചു കുറച്ച് പൈസ. ഇതൊന്നും തിന്നണമില്ല, പുറത്തുനിന്ന് വാങ്ങി തിന്നാനായിട്ട് പേടിയുമാണ്, തിന്നണമില്ല, വിഷമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഇതിൻ്റെ ഒരു 10 ml ഒന്ന് വെള്ളത്തിൽ കലക്കി കഴിച്ചു നോക്കിയേ നമ്മുടെ ശരീരത്തിൻ്റെ കുറവുകളും നികത്തും. ആൾക്കാർക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉഷാറായിട്ടുണ്ട്. ചെയർമാൻ മോഹൻ കർത്താരയും കൺവീനർ ഞാനുമായി തുടക്കം കുറിച്ച പ്രിയദർശിനി കുടുംബ സംഘത്തിൽ അന്ന് 20 പേരെ ചേർത്തുകൊണ്ട് ശോഭന ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഘം ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു വളരെ അളഗപ്പ പഞ്ചായത്തിൽ വളരെ ഭംഗിയായി തന്നെ നടന്നു പോകുന്ന ഒരു സംഘം തന്നെയാണ് പ്രിയദർശിനി കുടുംബശ്രീ സംഘം എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ഇടവകയ്ക്ക് കീഴിലെ അഴകം ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിൽ ദിവ്യകാരുണ്യ ആരാധന നടന്നു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ഫാദർ ഡേവിസ് വിധേയത്തിൽ കപ്പൂച്ചിൻ എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. സ്നേഹവിരുന്നും ഉണ്ടായി. കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ RLB രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതോടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമുണ്ടാക്കിയെന്നാരോപിച്ച് സ്വജന സമുദായ സഭ സംസ്ഥാന കമ്മിറ്റി ചാലക്കുടിയിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പ്രശസ്ത നർത്തകൻ RLB സുന്ദരൻ മാസ്റ്റർ ഭരതനാട്യത്തിന്റെ ചുവടുകൾ വെച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് PK രാജപ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാജൻ, MN മണികണ്ഠൻ, VK വിജയൻ, ശോഭ സുരേഷ്, VK കുട്ടപ്പൻ, PN മോഹനൻ, ജയപ്രസാദ്, മിനി ഹരി, PK വിശ്വംഭരൻ, ബാബു അരീക്കൽ, ദിനേശ് കടുപ്പശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. കൃഷ്ണൻകുട്ടി, ഉണ്ണി അന്നമനട, ശകുന്തള വേണു, ബാബു കൊടകര, മിനി ബിജു, ആഗമാനന്ദൻ, KS അജയൻ, സന്തോഷ് സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. മാത്രമല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മുടെ പട്ടികജാതിവർഗ സമുദായത്തിന് ഏതൊരു ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ തരം താത്താനുള്ള തീരുമാനത്തിലേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ നിമിഷം തന്നെ അവിടെ വെച്ച് നമ്മൾ ചട്ടപ്പഴുത് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം ഓരോ സമുദായ സംഘടനയ്ക്കുണ്ടെന്നുള്ളത്. ആറാട്ടുപുഴ പൂരത്തിനിടെ വീണ്ടും ആനയിടഞ്ഞു. ഞായറാഴ്ച രാവിലെ കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ആന ഇടഞ്ഞത്. വടക്കുനാഥൻ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വഴിയിലൂടെ കിഴക്കേ നടയിലേക്കാണ് ആന ആദ്യം ഓടിയത്. ആന പിന്നീട് സ്റ്റേജിന് സമീപത്തുകൂടെ വടക്കു വശത്തേക്കും ഓടി. ഉടൻ തന്നെ പാപ്പാന്മാരും എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ആനയെ തളച്ചു. കഴിഞ്ഞ ദിവസവും ഇവിടെ 2 ആനകൾ ഇടഞ്ഞിരുന്നു.
തറയ്ക്കൽ പൂരത്തിനിടെ നടന്ന ഉപചാരം ചൊല്ലൽ ചടങ്ങിനിടെയാണ് ആനകൾ ഇടഞ്ഞത്. ഇടഞ്ഞ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആനകൾ ഇടയുന്നത് കണ്ട് ഓടിയവർക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും ഇവിടെ ആനയിടഞ്ഞത്. സൂഫി വര്യൻ സയ്യിദ് മുഹമ്മദ് മസ്താന്റെ 46ാമത് ആണ്ട് നേർച്ച തിങ്കളാഴ്ച മുതൽ ബുധൻ വരെ വിവിധ പരിപാടികളോടെ കല്ലൂർ മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളിയിൽ നടക്കും. തിങ്കൾ രാവിലെ 7:30 പതാക ഉയർത്തും. പരിപാടിയുടെ ഭാഗമായി മൗലിദ് പാരായണം, അന്നദാനം, ദിഖർ ദുവ മജ്ലിസ് എന്നിവയും വിവിധ ദിവസങ്ങളിലായി ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് നാസർ പാടത്ത് പറമ്പിൽ, സെക്രട്ടറി ഷക്കീർ പറപ്പിള്ളിൽ എന്നിവർ അറിയിച്ചു. മണ്ണുത്തിയിൽ കുത്തേറ്റ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കുറ്റുമുക്ക് പാടശേഖരത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശിയുടേതാണ് മൃതദേഹം എന്നാണ് സംശയം. വയറിൽ കുത്തേറ്റതെന്ന് കരുതുന്ന ഭാഗത്ത് മാംസം അടർന്നുപോയ നിലയിലാണ്. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഇതുവഴി പ്രഭാത നടത്തത്തിന് പോയിരുന്ന ആളുകളാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇവരാണ് സംഭവം പോലീസിൽ അറിയിച്ചത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഫിസിയോളജി, ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ ആവശ്യമുണ്ട്. UGC യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഈ മാസം 27-നകം അപേക്ഷയും അനുബന്ധ രേഖകളും കോളേജ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495406996. വൈദ്യുതി സെക്ഷനുകളിലെ കണക്റ്റഡ് ലോഡ് രജിസ്റ്റേർഡ് ലോഡിനേക്കാൾ കൂടുതലാണെങ്കിൽ കണക്റ്റഡ് ലോഡ് സ്വയം വെളിപ്പെടുത്താനായി മാർച്ച് 31 വരെ വരദരപ്പള്ളി KSCBയിൽ അവസരമുണ്ട്. ഓഫീസിൽ നിന്നും ലഭ്യമായ നിർദ്ദിഷ്ട ഫോമിൽ കണക്റ്റഡ് ലോഡ് വെളിപ്പെടുത്താവുന്നതാണ്. ചെമ്പൂക്കാവ് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് www.polyadmission.org THS മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഏപ്രിൽ 3. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 0487233346. മൊബൈൽ നമ്പറുകൾ: ആദ്യ നമ്പർ 9495463818, അടുത്ത നമ്പർ 9447224318. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6125 രൂപ, പവന് 49,000 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ മാട്ടിൽ പുഷ്കരൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ശൈലജ, അഞ്ജലി, ആതിര, അനന്തു എന്നിവർ മക്കളും, ഗംഗേഷ്, ജയൻ എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം ഞെരിഞ്ഞാമ്പിള്ളി പരേതനായ ദേവസ്യയുടെ ഭാര്യ മേരി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിനി, ബിനേഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും കുരുത്തോല വഹിച്ചുള്ള പ്രദക്ഷിണവും നടന്നു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും എന്നറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ശാസ്താംബുവം ആദിവാസി കോളനിയിൽ BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക CP ഗീതയ്ക്ക് വിദ്യാലയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതോടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമുണ്ടാക്കിയെന്നാരോപിച്ച് സ്വജന സമുദായ സഭ സംസ്ഥാന കമ്മിറ്റി ചാലക്കുടിയിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.